നാരായണ നാരായണ. ശ്രീമന്നാരായണീയം 21-ാമത്തെ ദശകം 8, 9, 10 ശ്ലോകങ്ങളിപ്പോൾ പറയണു. 8-ാമത്തെ ശ്ലോകം. ഓം യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ഹേ വിഷ്ണു ഭഗവാനെ, യാം യാം തെക്ക്, യമൻ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലം തെക്ക്, അതാണ് യാമ്യാം. യാമ്യാം ദിശം തെക്കേ ദിക്കിനെ ഭജതി ഭജിക്കുന്നതായിട്ടുള്ള കിംപുരുഷാഖ്യവർഷേ കിംപുരുഷം എന്ന ഭൂഖണ്ഡത്തിൽ ദൃഢഭക്തിഭാജ ഹനുമത ദൃഢമായിട്ടുള്ള ഭക്തിയോടു കൂടിയ ഹനുമാനാൽ സംസേവിത നന്നായിട്ട് സേവിക്കപ്പെടുന്നു. സീതാഭിരാമ പരമ അത്ഭുത രൂപശാലി സീതയെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ സീതയ്ക്ക് എപ്പോഴും ഭഗവാൻ മാത്രമേ സന്തോഷം തരുന്നുള്ളൂ. ആ രീതിയിലുള്ള പരമ അത്ഭുതമായിട്ടുള്ള രൂപത്തോടു കൂടിയ അതിസുന്ദരനായിട്ടുള്ള ഭഗവാനെ, സീതയെ പോലെ, സീത എന്ന സുന്ദരിമാരിൽ ഏറ്റവും സൗന്ദര്യം കൂടുതൽ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൂടുതൽ സീതയ്ക്കാണ്. ആ സീതയേക്കാൾ സുന്ദരനാണ് ഭഗവാൻ. അങ്ങനെയുള്ള സുന്ദരരൂപിയായിട്ടുള്ള ഭഗവാനെ രാമാത്മക, രാമൻ എന്നുള്ള പേരോട് കൂടിയിട്ട്, രാമൻ എന്നുള്ള ആ ശ്രീരാമൻ രമിപ്പിക്കുന്നവൻ എന്ന ഭാവത്തോടു കൂടി വന്ന ത്വം പരിലസൻ പരിപാഹി, എന്നിൽ എപ്പോഴും പ്രകാശിക്കണം. എൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ ശ്രീരാമനും സീതയും ഹനുമാനും എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുക. അങ്ങനെ പരിപാഹി പാലിച്ചാലും, ഇവിടെ ഹനുമാനാണ് പറയുന്നത് എന്നതുകൊണ്ട് ഹനുമാൻ പറയുകയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും സീതയും രാമനും ഉണ്ടാവണേന്ന്. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമത ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ഹേ വിഷ്ണു, യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ ദൃഢഭക്തിഭാജ ഹനുമത സംസേവിത സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക ത്വം പരിലസൻ പരിപാഹി. ഭഗവാനെ, തെക്കേ ദിക്കിൽ കിംപുരുഷം എന്ന ആ ഭൂഖണ്ഡത്തിൽ ദൃഢമായിട്ടുള്ള ഭക്തിയോടു കൂടിയിട്ട് ഹനുമാനാൽ നല്ലപോലെ സേവിക്കപ്പെടുന്നു, ഭജിക്കപ്പെടുന്നു. സീതയെ എപ്പോഴും സന്തോഷിപ്പിക്കുക എന്ന ആ ഭാവത്തിലുള്ള ശ്രീരാമനെ എപ്പോഴും രാമചന്ദ്രന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും രമിപ്പിക്കുക എന്ന ഭാവം രണ്ടുപേർക്കുണ്ട്. അത്രയും സൗന്ദര്യവുമുണ്ട് രണ്ടുപേർക്കും. അങ്ങനെയുള്ള ആ രാമൻ്റെ ഭാവത്തോടു കൂടിയിട്ട്, രാമദേഹത്തോടു കൂടിയിട്ട്, സീതാരാമചന്ദ്രന്മാരോട് കൂടിയിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചു നിൽക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കണം ഹനുമാനുണ്ട്, ആർട്ടിഷേണനൊക്കെ ഉണ്ട്. യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷം, കിംപുരുഷം എന്ന് പ്രശസ്തിയുള്ളതായിട്ടുള്ള ഭൂഖണ്ഡത്തിലെ വർഷത്തിലെ സംസേവിത ഹനുമത ദൃഢഭക്തിഭാജ സീത അഭിരാമ പരമ അത്ഭുത രൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. അവിടെ ഇപ്പോൾ രൂപത്തിന് മാത്രമല്ല അത്ഭുതം, പ്രവൃത്തിക്കും അത്ഭുതമുണ്ട്. കാരണം മനുഷ്യവേഷത്തിൽ എല്ലാം സഹിച്ചുകൊണ്ട് ധാർമ്മികനായിട്ട് ജീവിച്ചു. അതി ആപത്താണ് എന്ന് കാണിച്ചു. ധർമ്മബോധമായാലും അതി ആയാൽ ആപത്താണ്. അത് സ്നേഹം തൊട്ടുള്ള ഓരോന്നും, ഭാര്യയോടോ അനുജനോടോ മറ്റു പലതുമുണ്ട്. ഇപ്പം അങ്ങനെ സീതയ്ക്ക് എപ്പോഴും സന്തോഷത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ സീതയും രാമനും കൂടിയിട്ട് എൻ്റെ ഹൃദയത്തിൽ വസിക്കണേ എന്ന് പ്രാർത്ഥിക്കണു ഹനുമാൻ. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമത ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുത രൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. അപ്പം രാമായണം എല്ലാവർക്കും അറിയാം. ഓം നമോ ഭഗവതേ ഉത്തമശ്ലോകായ നമ. ആര്യലക്ഷണശീലപ്രദായ നമ. ഉപശിക്ഷിതാത്മനി ഉപാസിതലോകായ നമ.
സാധുവാദ നിഷേവണായ നമ. ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ. ഓം നമോ ഭഗവതി ഉത്തമ ശ്ലോകായ. ഉത്തമ ഗുണങ്ങളെ കൊണ്ട് ശ്ലാഘിക്കപ്പെടുന്നു, എല്ലാവരും പറയപ്പെടുന്നു. അതേപോലെ മനുഷ്യഭാവത്തിലാണ് വന്നത്. അപ്പോൾ ഒരു കെട്ടപ്പെട്ട രീതിയിൽ ഈശ്വരഭാവത്തെ കാണിക്കാതെ കണ്ട് ചെയ്തു എന്നതാണ് അങ്ങനെയുള്ള ഉത്തമ ശ്ലോകൻ. പിന്നെയോ മഹാപുരുഷനാണ്. അതേപോലെ എല്ലാവരാലും കീർത്തിക്കപ്പെടുന്നതാണ്. ഒരു കുലത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് കുലീനനായിട്ട്, ഗൃഹസ്ഥനായിട്ട്, രാജാവായിക്കൊണ്ട് അങ്ങനെ എല്ലാ ഗുണങ്ങളെയും ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് കുടുംബത്തിലെ ഏറ്റവും ഉന്നതൻ, രഘുകുലം എന്ന് പറയണ പോലെ ശ്രീരാമൻ്റെ കുലം, സൂര്യവംശം എന്ന് പറഞ്ഞ കുലത്തിൽ ശ്രീരാമൻ ജനിച്ച ആ കുലം എന്നുള്ള രീതിയിൽ ചേർക്കപ്പെട്ടു. എല്ലാവരാലും പ്രശസ്തി അങ്ങനെ വന്നുപോയി. അങ്ങനെ ലക്ഷണങ്ങളോട് ചേർന്നതായിട്ടുള്ള നിഷ്ഠയോട് കൂടിയിട്ട് അനുഷ്ഠാനങ്ങളെ മർത്യഭാവത്തെയൊക്കെ നന്നായിട്ട് ശീലമായിട്ട് തന്നെ ചെയ്തതായിട്ടുള്ള മനുഷ്യൻ എന്തൊക്കെയാണോ ഒരു ദിവസം ചെയ്യേണ്ടത് വെച്ചാൽ അത് മുഴുവൻ ഭഗവാൻ എല്ലാ ദിവസവും ചെയ്തു എന്നതാണ്. മരണം വരെ പാലിക്കേണ്ടതായിട്ട് ധർമ്മത്തെ മുഴുവൻ പാലിച്ചു എന്നതാണ്. അങ്ങനെ ജീവിതം കണ്ട് പഠിച്ച് അനുസരിക്കാവുന്ന രീതിയിലാക്കി ഗുരുസ്ഥാനത്തേക്കാക്കി എന്ന് സാരം. ജീവിച്ച് കാണിക്കണം, പറഞ്ഞു കാണിക്കല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കണം. അങ്ങനെ ഉപദേശിച്ചതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ ഭക്തലോകത്തിന് വളരെയധികം സാധു, ഇതുതന്നെയാണ് ശരി എന്ന് തോന്നിപ്പിച്ചതായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള, എല്ലാ ഭക്തന്മാർക്കും ബ്രാഹ്മണർക്കും സ്ത്രീകൾക്കും ആശ്രയം, എല്ലാ സ്ത്രീകൾക്കും ശ്രീരാമനോട് വളരെയധികം എൻ്റെ ഭർത്താവായിട്ട് വരണേ എന്ന് തോന്നിയതാണ്. അതാണ്, അത്രയും സ്നേഹിച്ചു. കൃഷ്ണനെ അങ്ങനല്ല. കൃഷ്ണന് അനവധി പത്നിമാരാ, നമ്മൾ പറയണമെന്നേ ഉള്ളൂ. കൃഷ്ണഭക്തകളാണ് സ്ത്രീകളൊക്കെ എന്ന് പറയണമെന്നുള്ളത് അത് കൃഷ്ണൻ്റെ ലാലസത്വം കാരണമാണ്. യഥാർത്ഥത്തിൽ ശരിക്ക് സ്വാർത്ഥമതികളായിട്ടുള്ള സ്ത്രീകൾ, സ്ത്രൈണത മുഴുവൻ സ്വാർത്ഥമതികളാണ്, രജോഗുണാണ്. എൻ്റെ ഭർത്താവിനെ എനിക്ക് മാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ മുഴുവൻ. അപ്പം കൃഷ്ണനെ പറയുകയും ചെയ്യും, രാമനെ പോലെ ആവണമെന്നും പറയും. കൃഷ്ണനെ പോലെ ലാലസത്വം കാണിക്കണം. പക്ഷേ രാമൻ ലാലസത്വം കാണിച്ചിട്ടില്ല. രാമനെ പോലെ എനിക്ക് മാത്രം കിട്ടണം, ഏകപത്നി വ്രതനായിട്ട് കൃഷ്ണനെ പോലെ ലാലസത്വം കാണിക്കൂ. അതാണ് രാമകൃഷ്ണന്മാർ. രാമൻ്റെ സ്വരൂപത്തിലാണ് വന്നു വെച്ചാൽ ഈ ഏകപത്നി വ്രതം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൃഷ്ണനെ പോലെ ലാളിക്കില്ല, കൃഷ്ണനെ പോലെ എപ്പോഴും കാമിക്കില്ല, കാന്തനായിട്ടിരിക്കില്ല, രാസലീല ചെയ്യില്ല. പത്നിമാർക്കായാലും 10 പുത്രന്മാരും ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും ആയില്ല, ആകെ 2 കുട്ടികൾ. അതന്നെ ഉണ്ടാവാൻ ഗർഭിണിയായപ്പോൾ ഉപേക്ഷിച്ചു. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അതൊന്നും വേണ്ട, അങ്ങനെയൊന്നല്ല വേണ്ടത്. കൃഷ്ണനെ പോലെ പെരുമാറുകയും വേണം, രാമൻ്റെ ഭാവവും വേണമെന്നാ. അതാണ് നമ്മുടെയൊക്കെ സ്വാർത്ഥം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആ രാമനെ സാധുക്കൾക്ക് ഈശ്വരനായിട്ടുള്ള ബ്രഹ്മസ്വരൂപനായിട്ടുള്ള മഹാപുരുഷനായിട്ടുള്ള മഹാരാജാവായിട്ടുള്ള ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതാണ്. ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ. ആര്യലക്ഷണശീലവ്രതായ നമ. ഉപശിക്ഷിതാത്മനെ ഉപാസിതലോകായ നമ. സാധുവാദ നിഷേവണായ നമ. ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മളൊക്കെ ശ്രീരാമനെ ആഗ്രഹിക്കുന്നത് ഏകപത്നി വ്രതനായിക്കൊണ്ട് വേണം എന്നും, കൃഷ്ണനായിക്കൊണ്ട് നമ്മെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ കർഷണം ചെയ്യണം എന്നും, രാമൻ സന്തോഷിപ്പിക്കുക എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നതാണ്. കൃഷ്ണൻ നമ്മളെ അങ്ങോട്ട് രാമനിലേക്ക് കർഷണം ചെയ്യപ്പെടും, അങ്ങനെയാണ്. നമ്മളൊക്കെ ഭാവം അതാണ്. അത് ഒളിഞ്ഞിരിക്കുന്ന വ്യംഗ്യമാണ്, ഗൂഢാർത്ഥമാണ്, മർമ്മമാണത്. രാമൻ്റെ ഭാവത്തിൽ എന്നെ മാത്രം സ്വീകരിക്കൂ, സ്വാർത്ഥ ബുദ്ധിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പത്നി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതേപോലെ തന്നെ കൃഷ്ണനെ പോലെ പരമാവധി സുഖത്തെ പ്രദാനം ചെയ്യൂ
ഇടയ്ക്ക് വെച്ചിട്ട് ഭാര്യ ഉപേക്ഷിച്ചാലൊന്നും പറ്റില്ല. ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ കാട്ടുകൊണ്ട തള്ളിയാൽ പറ്റില്ല എന്നർത്ഥം. അതാണ്. അപ്പോൾ പക്ഷേ പത്നിമാർ 16,008 ആയാൽ പറ്റില്ല, 110 കോടി ഗോപികമാരായാൽ പറ്റില്ല. മറിച്ച് എന്നെ മാത്രം സ്വീകരിക്കണം. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ഭാവം. രാമനെയും വേണം, കൃഷ്ണനെയും വേണം. രാമൻ്റെ ഭാവവും കൃഷ്ണൻ്റെ പെരുമാറ്റവും അതാണ് വേണ്ടത്. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ഇനി 9ാമത്തെ ശ്ലോകം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാഖ്യയോഗനുതിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഹ പരിപാഹി ഭൂമൻ. ഇനി അടുത്തത്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലം ഇഹ സാധുജന അഭിരക്ഷി നാരായണഃ നരസഖഃ പരിപാഹി ഭൂമൻ. നാരദ മഹർഷി പരിവ്രാജകനാണ്. നരനാരായണന്മാരെ ബദര്യാശ്രമത്തിലിരുന്നിട്ട് സാഖ്യയോഗം കൊണ്ട് സ്തുതിച്ചു, ഭജിച്ചു. ഉപാസിച്ചത് സാധുജന അഭിരക്ഷിയാണ്. സാധുജനങ്ങളായിട്ടുള്ള സജ്ജനങ്ങളെ, ഭക്തന്മാരെ രക്ഷിക്കുക എന്നത് ചെയ്യണേ നരനാരായണന്മാരെ. ഇങ്ങനെ കൽപ്പകാലം മുഴുവൻ അങ്ങ് രക്ഷിക്കണേ എന്ന് നാരദൻ പ്രാർത്ഥിച്ചു എന്നാണ്. ഹേ ഭൂമൻ ഇഹ ഭാരതഖണ്ഡമുഖ്യൈഃ സഹ ശ്രീനാരദേന സാഖ്യയോഗേന നുതിഭിഃ ഉപാസ്യമാനഃ സാധുജന അഭിരക്ഷി നരസഖഃ നാരായണഃ ത്വം ആകൽപകാലം പരിപാഹി. ഇങ്ങനെ രക്ഷിക്കൂ. സർവാശ്രയനായിട്ടുള്ള ഭഗവാനെ, ഈ ഭാരതവർഷത്തിൽ ഭാരത ഭൂഖണ്ഡത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള നാരദൻ തൊട്ടുള്ള പലരാലും നാരദൻ മുഖ്യനായിട്ട് സാഖ്യരീതി കൊണ്ട് യോഗനിഷ്ഠയോട് കൂടിയിട്ട് സ്തോത്രങ്ങൾ തൊട്ടുള്ള ഓരോരോ ഉപാസന ചെയ്തുകൊണ്ട് ഉപാസിക്കപ്പെടുന്നവനായിട്ടുള്ള ആ ഭഗവാൻ സജ്ജനങ്ങളെ പ്രത്യേകം കാത്തു രക്ഷിക്കുക, പാലിക്കുക, ഈർഷിക്കുക, രക്ഷിക്കുക ചെയ്യുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ നരൻ്റെ സുഹൃത്തായിട്ടുള്ള നാരായണൻ എന്ന ആ ഈശ്വരഭാവം അങ്ങ് ഈ കൽപ്പത്തിൽ എത്ര കാലമാണോ ഉള്ളത് അത്രയും കാലം രക്ഷകനായിട്ട് ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുതിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇപ്പോൾ അഷ്ടാംഗയോഗങ്ങളെ കൊണ്ട്, സാഖ്യയോഗങ്ങളെ കൊണ്ട്, ശമദമാദികളെ കൊണ്ട്, കേവല ഭക്തി കൊണ്ട്, കർമ്മമാർഗം കൊണ്ട്, ഭക്തിമാർഗം കൊണ്ട്, ജ്ഞാനമാർഗം കൊണ്ട്, ഉപാസനാമാർഗം കൊണ്ട് ഒക്കെ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെ ഉപാസന ചെയ്തു കഴിഞ്ഞാലോ സജ്ജനങ്ങളെ ഭഗവാൻ രക്ഷിക്കുകയും ചെയ്യും. ഓം നമോ ഭഗവതേ ഉപശമശീലായ ഉപരതാനാത്മ്യായ നമോ കിഞ്ചനവിത്തായ നമോ അകിഞ്ചനവിത്തായ ഋഷിഋഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമായ നമോ നമ. ശമദമം അത് സ്വഭാവരൂപമായിട്ട് തപസ്സിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് ഇരിക്കുന്ന ആത്മാരാമനായിട്ടുള്ള സച്ചിദാനന്ദത്തെ സദാസമയത്തും അനുഭവിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ ഈ ഭൗതികതയിൽ നിന്നും പൂർണ്ണമായിട്ട് വിരക്തിയോടു കൂടിയിട്ട്, ഗുരുവും ശിഷ്യനും ഒരുപോലെ, നാരായണനും അതെ നാരദനും അതെ, പരമ വിരക്തരാണ്, പരിവ്രാജകന്മാരാണ്, തപസ് ശീലമാക്കിയവരാണ്, വിവാഹമില്ല, ഭൗതിക സുഖങ്ങളൊന്നും അവരനുഭവിക്കുന്നില്ല, വിരമിച്ചവരായിട്ടുള്ള, ഒന്നും ആഗ്രഹിക്കാത്തതായിട്ടുള്ള, കാമാദികളെ ജയിച്ചതായിട്ടുള്ള, ഋഷിവര്യനായിട്ടുള്ള, പരമഹംസ പരമഗുരുവായിട്ടുള്ള, ആത്മാരാമനായിട്ടുള്ള, നരനാരായണനായിട്ടുള്ള ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശ്രീനാരദ മഹർഷി മൂർത്തിമത് ഭാവമായിട്ടുള്ള തപസ്സിൻ്റെ അല്ലെങ്കിൽ പരിവ്രാജക ഭാവത്തിൻ്റെ പരമാത്മസ്വരൂപം തന്നെയായിട്ടുള്ള ഈ ഭഗവാനെ, ഭക്തനും ഭഗവാനും ഏകദേശം തുല്യമാണ് ശ്രീ ഭഗവാൻ, ശ്രീനാരദൻ
ശ്രീനാരായണൻ എന്നേ പറയാറുള്ളൂ. കാരണം എന്താ, അത്രയും കൂടുതൽ ഈശ്വരഭാവമുണ്ട്. രാജർഷിയായിട്ടാണ്, ദേവർഷിയായിട്ടാണ് ഭഗവാനൻ ശ്രീനാരദനെ പറയാറ്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുതിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇനി 10ാമത്തെ ശ്ലോകം. പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവഹ്നിരൂപം ക്രൗഞ്ജേംബുരൂപമഥ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകേ. ഇവിടെ ബാക്കിയുള്ള 6 വൻകരകളിലെ ഈശ്വരഭാവത്തെ, അവിടെ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും വായുവായിട്ടും ബ്രഹ്മാവിൻ്റെ രൂപത്തിലും അതാത് രാജ്യത്ത് അതാത് ഭക്തന്മാരാൽ സ്തുതിക്കപ്പെട്ടു. അന്വയം: ഐ അഥ പ്ലാക്ഷേ അർക്കരൂപം, ശാൽമലേ ഇന്ദുരൂപം, കുശനാമിനി ദ്വീപേ വഹ്നിരൂപം, ക്രൗഞ്ചേ അംബുരൂപം ജലം, ശാഖേ വായുമയം ച പുഷ്കരനാംനി ബ്രഹ്മരൂപം ലോകാഹ ത്വാം ഭജന്തി. അപ്പോൾ ഈ ശ്ലോകം ഒന്നിങ്ങനെ വ്യാഖ്യാനിച്ച് പറഞ്ഞാലേ ഇത് നേരെയുള്ളൂ, മുഴുവനാവുള്ളൂ എന്ന് സാരം. ഇപ്പം ഇവിടെ ഭഗവാനെ ഈ ലോകത്തിലുള്ള പ്ലാക്ഷദ്വീപിൽ അരയാല് പേരാല്, അത് പ്ലക്ഷാണ്, ആല് ആണ് അവിടെ വടവൃക്ഷം. ആ ദ്വീപിൽ ഭഗവാൻ സൂര്യൻ്റെ രൂപത്തിലാണ്, സൂര്യനാരായണൻ എന്ന രൂപത്തിലാണ് അവിടെ ഭഗവാനുള്ളത്. 4 വർണ്ണങ്ങൾ, 4 ജാതികൾ, 7 പർവ്വതങ്ങൾ, 7 നദികൾ, ഇങ്ങനെയുള്ള രീതിയിലാണ് എല്ലാ ദിക്കിലും, ഈ 6 ദിക്കിലും ഒരേപോലെയാണ്. അപ്പോൾ അവിടെ പ്ലാക്ഷത്തിൽ ഈ സൂര്യൻ്റെ രൂപത്തിൽ, അർക്കൻ്റെ രൂപത്തിൽ, പിന്നെയോ അവിടെ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ട് സൂര്യൻ. ഈ വടവൃക്ഷത്തിൻ്റെ പ്രത്യേകത, അവിടെ മഹാദേവൻ്റെ വടവൃക്ഷത്തിൻ്റെ താഴെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ദക്ഷയാഗത്തിൽ. വടവൃക്ഷത്തിൻ്റെ താഴെ പ്രായം കൂടില്ല, അവിടെ അസുഖം തൊട്ടുള്ള കാര്യങ്ങൾ വരില്ല, വിശപ്പ് ദാഹം തുടങ്ങിയിട്ടുള്ള ഷഡോർമികളില്ല. മറ്റൊരു വൈകുണ്ഠം തന്നെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവഹാനി ഇല്ല, നിത്യം ഒരേപോലെ, ഒരേ വയസ്സ്, ആഹാരം വേണ്ട, ഒന്നും വേണ്ട, വിശപ്പ് ദാഹമൊന്നുമില്ല. അതാണ് ആ വടവൃക്ഷത്തിൻ്റെ. അങ്ങനെ ആദിത്യൻ ബ്രഹ്മരൂപമായിട്ട് കാണുന്നു, പ്രപഞ്ചത്തിൻ്റെ രക്ഷകനായിട്ട് ആദിത്യനെ കാണുന്നു, പ്രപഞ്ചമായിട്ട് ഈ വടവൃക്ഷത്തിൻ്റെ രൂപത്തിൽ നമുക്ക് വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയിൽ സ്ഥായി ഭാവത്തിൽ നിൽക്കാൻ സാധിക്കുന്നു. അതാണ് ഐ രൂപ പ്ലാക്ഷേ അർക്കരൂപം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ശാൽമലം. അവിടെ ശാൽമലത്തിൽ ഭഗവാൻ ചന്ദ്രസ്വരൂപനായിട്ടാണ്. പിന്നെ കുശനാമം, കുശം എന്നുള്ള അവിടെ ആ ദ്വീപിൽ വന്യരൂപത്തിൽ, അഗ്നി രൂപത്തിലാണ്. പിന്നെ വെളുത്തതായിട്ടുള്ള ദർഭയാണ് കുശം എന്നും പറയാറുണ്ട്. കുശപ്പുല്ല് വേറെയാണ്, ദർഭപ്പുല്ല് വേറെയാണ്, കറുകപ്പുല്ല് വേറെയാണ്. അതേപോലെ ക്രൗഞ്ചത്തിൽ അമ്പുരൂപം വെള്ളം ആയിട്ടാണ്. ക്രൗഞ്ചം എന്നുള്ളത് ആഫ്രിക്കയാണെന്ന് പറയാറുണ്ട്. ശാഖം അവിടെ ചീര, ശാഖം എന്നുള്ളത് ചീരയാണ്. അവിടെ വാഗയാണ് എന്നും പറയാറുണ്ട്, നെന്മേനി വാഗ. ഏതായാലും നമുക്ക് ചീര നിൽക്കുക ശാഖദ്വീപ്. പിന്നെ അവിടെ വായുരൂപനായിട്ടാണ് ഇരിക്കുന്നത്. പുഷ്കരത്തിൽ ബ്രഹ്മാവ്, പുഷ്കരം എന്നുള്ളത് തീർത്ഥക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. അവിടെ താമരയാണ്. രൂപമായിട്ടാണ്, സർവച്ചാൽ ഈശ്വര ഭാവത്തിലാണ്. പിന്നെ ബ്രഹ്മസ്വരൂപനായിട്ട് ഇരിക്കുന്നു. സ്വതേ ബ്രഹ്മാവിൻ്റെ എന്ന് പറയാറുള്ളൂ, ബ്രഹ്മരൂപമായിട്ട് പറയാറില്ല. എന്തായാലും അവിടെ
നമുക്കിപ്പോൾ അത് എന്തായാലും കുഴപ്പമില്ല. അവിടേക്ക് മുക്കുതിക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് കണക്കാക്കിയാൽ മതി. അപ്പം ഇങ്ങനെ 9 സ്ഥലത്തിൽ 9 വിഷ്ണുമൂർത്തി രൂപത്തിലിരിക്കുന്ന അതേ ഭഗവാൻ തന്നെ ഒരു കരയിൽ ജംബൂദ്വീപത്തിൽ വിഷ്ണു സ്വരൂപനായിട്ട് ഇവിടെ ബാക്കിയുള്ള 6 വൻകരയിൽ 6 രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ആദിത്യൻ, ചന്ദ്രൻ, അഗ്നി, ജലം, വായു, പിന്നെ ബ്രഹ്മാവ് ഇങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. ജംബു, പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം ഇങ്ങനെയുള്ള ആ ഭഗവാൻ. അതേപോലെ തന്നെ ഈ ഓരോരോ ദേവന്മാരെ ഭജിക്കുന്നതായിട്ടുള്ള അവിടെ മന്ത്രങ്ങളും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സൂര്യനെ നമസ്കരിക്കുന്നതായിട്ടുള്ള ആ മന്ത്രം പ്ലക്ഷദ്വീപിൽ പ്രത്നസ്യ വിഷ്ണോഹോ രൂപം യത് സത്യസ്യ അർത്ഥസ്യ ബ്രഹ്മണ അമൃതസ്യ ച മൃത്യോശ്ച സൂര്യം ആത്മാനമീമഹി. ശാശ്വതമായിട്ടുള്ള വിഷ്ണു സ്വരൂപനായിട്ടുള്ള ശാശ്വതം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മം എന്ന ആ അവസ്ഥയിൽ നിത്യനായിട്ടുള്ള, നിത്യത തരുന്നതായിട്ടുള്ള, എന്നാൽ ഇവിടെ ഈ പ്ലക്ഷം എന്നുള്ള ദ്വീപ് അനിത്യമാണ്. അനിത്യമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മസ്വരൂപമായിട്ടുള്ള പ്രപഞ്ചനാഥനായിട്ടുള്ള ആ ആദിത്യന് നമസ്കാരം. ആദിത്യൻ ജയിക്കുമാറാകട്ടെ. പ്രത്നസ്യ വിഷ്ണോഹോ രൂപം യത് സത്യസ്യ അർത്ഥസ്യ ബ്രഹ്മണ അമൃതസ്യ ച മൃത്യോഹോ ച സൂര്യം ആത്മാനമീമഹി. ഇനി ശാൽമലി ദ്വീപത്തിൽ അവിടെ സോമനാണ്. സ്വശോഭി പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോ പ്രജാനാം സർവാസാം രാജാസ്ഥ സോമോ നോ അസ്തു. അവിടെ ചന്ദ്രൻ്റെ ഈ രശ്മികൾ പിതൃക്കൾക്ക്, ദേവന്മാർക്ക് അതിങ്ങനെ മാറി മാറിയിട്ട് ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, അങ്ങനെ 2 പക്ഷമായിട്ട് രാത്രി പകല്. അതിൽ വെളുത്ത പക്ഷത്തിൽ ഇങ്ങനെ ക്രമേണയായിട്ട് വർദ്ധിച്ചു വരും, കൃഷ്ണപക്ഷത്തിൽ ക്രമേണയായിട്ട് ഇങ്ങനെ ക്ഷയിച്ചു വരും. ഇങ്ങനെയുള്ള ഈ ചന്ദ്രപ്രകാശത്തെ ഇരുട്ടും പ്രകാശവും നൽകുന്നതായിട്ടുള്ള ചന്ദ്രൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. സ്വശോഭി പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോ പ്രജാനാം സർവാസാം രാജാസ്ഥ സോമോ നോ അസ്തു. ഇനി കുശദ്വീപിൽ അവിടെ അഗ്നയേ നമഃ എന്നാണ്. പരസ്യ ബ്രഹ്മണേ സാക്ഷാൽ ജാതവേദോസി ഹവ്യവാൻ ദേവാനാം പുരുഷാംശാനാം യജ്ഞേന പുരുഷം യജാം. പരബ്രഹ്മം ആയിട്ടുള്ള അങ്ങനെയാണ്. അഗ്നി പരബ്രഹ്മമാണ്. ഹവ്യം സ്വീകരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാൻ ഈ ഹവിസ് കൊടുക്കുന്ന ഹവിസ് വഹിക്കുന്നതായിട്ടുള്ള ജാതവേദസ്സാണ്. അപ്പോഴുണ്ടായ വേദത്തിൽ നിന്ന്, അതായത് വേദം ചൊല്ലിയിട്ടാണ് ഈ അരണി കടയുക. ആ അരണി കടയുമ്പോഴാണ് അതിൽ അഗ്നി ഉണ്ടാകുന്നത്. വേദസ്സാകുന്ന, വേദത്തിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള അഗ്നി എന്ന രൂപത്തിൽ ബ്രഹ്മമായിട്ട് ഉണ്ടായതായിട്ടുള്ള ഈ ഹവിസിനെ വഹിച്ച് ഓരോരോ ദേവന്മാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ആ ഭാവത്തിൽ ദേവന്മാർക്കും വിരാട് പുരുഷൻ്റെ അംഗങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള യജ്ഞം കൊണ്ട് പരമപുരുഷനെ യജിച്ച് യാഗം ചെയ്ത് സന്തോഷിപ്പിക്കുക, ഹവിസ് കൊടുത്ത് സന്തോഷിപ്പിക്കുക. അങ്ങനെയുള്ള ഭഗവാൻ, സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പരസ്യ ബ്രഹ്മണ സാക്ഷാത് ജാതവേദോസി ഹവ്യവാൻ ദേവാനാം പുരുഷാംശാനാം യജ്ഞേന പുരുഷം യജത് യജ്ഞേന പുരുഷം യജഹാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് കൂട്ടിച്ചേർക്കണം. ഈ ഹവ്യവാട്ട് ആയിട്ടുള്ള ഭഗവാൻ, ജാതവേദസ്സായിട്ടുള്ള ഭഗവാൻ, ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാൻ, ഈ ഹവിസുകൾ എല്ലാ ദേവീദേവന്മാർക്കും കൊണ്ടു കൊടുക്കുന്നതായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ, വേദസ്വരൂപനായിട്ടുള്ള ബ്രഹ്മം, അഗ്നി ഭഗവാൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇനി ക്രൗഞ്ചദ്വീപിൽ വരുണായ നമ ജലം. ആപ പുരുഷവീര്യാസ്ഥ പുനന്തി ഭൂർഭുവസ്വ
താന പുനന്തി താന പുനീന്ദു അസൗ ഇവാഗ്നി സ്പൃശത്വാ ആത്മനാ ഭുവ ആപപുരുഷവീര്യാസ്ഥാ പുനന്തി ഭൂർഭുവസ്വ താന പുനീന്ദ്വസാവിവാഗ്നി സ്പൃശത്വാ ആത്മനാ ഭുവ. പരമപുരുഷന്റെ വീര്യമാണ് ജലം. ആ ജലം ഈ ഭൂലോക, ഭുവർലോക, സ്വർലോക, അധോലോക സകലതും പരിശുദ്ധമാക്കി തീർക്കുന്നു. ആ ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംക്രമണം ചെയ്യുന്നത് ഈ ജലത്തിലൂടെയാണ്. ഈ ജലം നമ്മെ ശുദ്ധമാക്കി തീർക്കട്ടെ. ഏറ്റവും കൂടുതൽ വാഷിക് മെറ്റീരിയലാണ് ഈ ജലം. ആ ലോകങ്ങളെ മുഴുവൻ പരമാത്മാവ് കൊണ്ട്, ആത്മാംശമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ സ്പർശിക്കുക. ആത്മാംശമായിട്ട് ജീവജാലങ്ങൾ ഈ പരമാത്മാവിൻ്റെ ഈ വിരാട് രൂപത്തിലെ വ്യഷ്ടി സമഷ്ടി, അവിടെ വ്യഷ്ടികളായിട്ട് ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ജീവനെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ വരുണനാണ്. ആ ജലം അത് ആത്മാവ് കൊണ്ട് സ്പർശിക്കുമാറാകട്ടെ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടാണ് വെള്ളത്തിനെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ജലദേവതയായിട്ട്, വരുണനായിട്ട്, പാശിദേവനായിട്ട് കണ്ടുകൊണ്ട് പാലിച്ചാലും രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കണത്. ആപപുരുഷവീര്യാസ്ഥ പുനന്തി ഭൂർഭുവസ്വ താന പുനന്ദ്വസാവിവാഗ്നി സ്പൃശത്വ ആത്മനാ ഭുവ. ഇവിടെ ഇപ്പോൾ ഭൂമിയും മുകളിലുള്ള ഊർധ്വലോകങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഭൂമി, സ്വർഗം, പാതാളം അത് മൂന്നും നമ്മളതിൽ പെടുത്തു. അങ്ങനെയാണ് പതിവ്. ഇനി ശാഖദ്വീപിലെ ഉപാസനാ മന്ത്രം പ്രാണവായവേ നമ. വായവേ നമ എന്നാണ്. അന്തപ്രവിശ്യ ഭൂതാനി യോ ബിഭർത്യാത്മകേതുഭി അന്തര്യാമീശ്വര സാക്ഷാൽ പാതുനോ യദ്വശേ സ്ഫുടം. കേതുക്കൾ, അതായത് കേതു എന്നുള്ളതിന് അനവധി കഷ്ണങ്ങൾ, ചലിക്കുന്ന ഭാവം എന്നൊക്കെ അർത്ഥമുണ്ട്. ഭൂതങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവയെ ഭരിക്കുന്നതായ ഏതൊരു ആളുടെ അധീനതയിലാണോ എല്ലാ ഈശ്വരൻ്റെ അധീനത്തിലാണ്. അങ്ങനെയുള്ള സാക്ഷാത് ഈശ്വരനായിട്ടുള്ള, അന്തര്യാമിയായിട്ടുള്ള, സാക്ഷിയായിട്ടുള്ള ആ ഭഗവാൻ നമ്മെ എല്ലാ ദിക്കിലേക്കും ഈ ഊർജത്തെ പ്രദാനം ചെയ്തുകൊണ്ട് വായുസ്വരൂപനായിട്ട് രക്ഷിക്കുമാറാകട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. അന്തപ്രവിശ്യ ഭൂതാനി യോ ബിഭർത്യാത്മകേതുഭി അന്തര്യാമീശ്വര സാക്ഷാൽ പാതുനോ യദ്വശേ സ്ഫുടം. പ്രകാശമാനാം പ്രഥമേ പ്രയാണേ പ്രതിപ്രയാണേപ്യമൃതായമാനാം അന്തപദവ്യാം അനുസഞ്ചരന്തീം ആനന്ദരൂപാം അബലാം പ്രപദ്യേ. അങ്ങനെയാണ് ദേവി ഭാഗവത പ്രകാരം വായു ഭഗവാനെ ഈശ്വരി എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കണത്. ഇനി പുഷ്കരദ്വീപത്തിലെ ഉപാസനാമന്ത്രം യത്തത് കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയത് ഏകാന്തമദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ. ബ്രഹ്മലിംഗമായിട്ട് കർമാത്മകമായിട്ടുള്ള ഏതൊരു ലിംഗത്തെ ജനങ്ങൾ അർച്ചിക്കുന്നുവോ, ഏകാന്തവും അദ്വയവും ശാന്തവുമായ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ ഭഗവാനെ പുഷ്കരദ്വീപിലെ ബ്രഹ്മണേ നമ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു. അല്ലയോ ഭഗവാനെ, പ്ലക്ഷദ്വീപിലെ ആദിത്യരൂപനായിട്ടും, ശാൽമലദ്വീപിലെ ചന്ദ്രരൂപനായിട്ടും, കുശദ്വീപിലെ അഗ്നിരൂപനായിട്ടും, ക്രൗഞ്ചദ്വീപിലെ ജലരൂപിയായിട്ടും, ശാഖദ്വീപിലെ വായുരൂപനായിട്ടും, പുഷ്കരദ്വീപിലെ ബ്രഹ്മരൂപനായിട്ടും അങ്ങയെ എല്ലാ ഭക്തജനങ്ങളും നമസ്കരിക്കുന്നു. പ്ലക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകേ. അന്വയം അയി അധ പ്ലാക്ഷേ അർക്കരൂപം, ശാൽമലേ ഇന്ദുരൂപം, കുശനാമനി ദ്വീപേ വന്യരൂപം, ക്രൗഞ്ചേ അംബുരൂപം, ശാഖേ വായുമയം ച പുഷ്കരനാംനി ബ്രഹ്മരൂപം ലോകാഹ ത്വാം ഭജന്തി. പ്ലാക്ഷേ അർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേ അംബുരൂപം അഥ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാഹ.
പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയഞ്ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകേ. ഇനി 11ാമത്തെ ശ്ലോകം. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. ഇനി അടുത്തത് ഹേ സിന്ധുശായിൻ. അവിടെ സിന്ധു എന്നുള്ളത് കടല് എന്നാണ് അർത്ഥം. അപ്പോൾ പാലാഴിനാഥനാണല്ലോ ഭഗവാനെ, അങ്ങനെയാണ് വിളിക്കാറ്. പത്മനാഭ, നാരായണ, പാലാഴിനാഥ. ഹേ സിന്ധുശായിൻ. ക്ഷീരസാഗരശയന. പുച്ഛാദികേഷു വാല തുടങ്ങിയ ഭാഗത്തുള്ള, അവിടെ ശിശുമാരൻ എന്നുള്ള മുതലയുടെ രൂപത്തിൽ ഭഗവാൻ ആകാശത്ത് അനവധി നക്ഷത്രങ്ങൾ കൂട്ടിച്ചേർത്ത് കാണുമ്പോൾ ഒരു മുതലയുടെ പല അംഗങ്ങളിലായിട്ട് ഈ നക്ഷത്രജാലങ്ങൾ ഇരിക്കുന്നു എന്ന് തോന്നും എന്നാണ്. അത് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഒരു മുതല, വാല് മടക്കി വെച്ചിരിക്കുന്ന മുതലയായിട്ട് ശിംശുമാരൻ എന്നാണ് പറയുക. ശിംശുമാര സ്വരൂപിയെ 3 നേരവും ആരാണോ സ്മരിക്കുന്നത്, ഒന്ന് കാണുന്നത്, തൊഴുന്നത്, അവർക്ക് ഇഹലോക സുഖങ്ങളെ മുഴുവൻ കിട്ടും, മുക്തിയും കിട്ടും. ഹേ സിന്ധുശായിൻ പുച്ഛാദികേഷു വാല് തുടങ്ങിയുള്ള അവയവയേഷു അവയവങ്ങളിൽ അഭികൽപ്യമാനൈഹി സങ്കല്പിക്കപ്പെടുക, അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് കണക്കാക്കുകയാണ്. ധ്രുവാദിഭിഹി ധ്രുവം തൊട്ടുള്ള ഓരോരുത്തരും, സർവൈഹി എല്ലാവരും, ഉടുപ്രകരൈഹി നക്ഷത്ര സമൂഹങ്ങൾ, ഉടുപ്രഹരൈഹി പ്രവരൈഹി ഉടുപ്രകരൈഹി നക്ഷത്ര സമൂഹത്താൽ, ഗ്രഹൈഹിച്ച ഗ്രഹം, അതുപോലെ ശിംശുമാരവപുഷ മുതലയുടെ ഒരു ശരീരത്തോടു കൂടിയ സന്ധ്യാസു സന്ധ്യകളിൽ, മഹതാം രാത്രികളിൽ എന്നർത്ഥം, മഹതാ മഹാന്മാർക്ക്, ഉപാസ്യ 3 സന്ധ്യകളിലും വേണം, രാവിലെയും വേണം, ഉച്ചയ്ക്കും വേണം, സായം സന്ധ്യയ്ക്കും വേണം. ഉപാസ്യ ത്വം മമ നരകം രുന്ധി, അങ്ങനെ നരകത്തെ തടഞ്ഞാലും. അപ്പോൾ ഈ ശംശുമാരൻ്റെ 23ാമത്തെ അധ്യായത്തിലാണ് അത് വളരെ ഭംഗിയായിട്ട് പറയപ്പെട്ടിരിക്കുന്നു. പഞ്ചമസ്കന്ധത്തിൽ 26 അധ്യായങ്ങളാണ് പഞ്ചമസ്കന്ധത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഈ ശംശുമാര സ്വരൂപം 3 സന്ധ്യകളിലും സ്മരിക്കണമെന്നാണ് പറയുക. സർവൈഹി ധ്രുവാദിഭിഹി ഉടുപ്രകരൈഹി ഗ്രഹൈഹി ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ത്വം ശിശുമാരവപുഷ മഹതാം ഉപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. ഹേ സിന്ധുശായിൻ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ധ്രുവാദിഭിഹി സർവൈഹി ഉടുപ്രകരൈഹി ഗ്രഹൈഹി ച ശിംശുമാരവപുഷ സന്ധ്യാസു മഹതാം ഉപാസ്യ ത്വം മമ നരകം രുന്ധി എന്ന അന്വയം. സർവൈർധ്രുവാദിഭിരുടുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ത്വം ശിംശുമാരവപുഷ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. ഇനി അധോലോകത്തെക്കുറിച്ച് പറയുകയാണ് ഒരു ശ്ലോകത്തെ കൊണ്ട്. ഒരു ശ്ലോകം കൂടി ഈ സ്കന്ധത്തിലുള്ളൂ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോകൈകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥാം. അനന്തഭഗവാന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒരധ്യായം കൊണ്ട്, 25ാമത്തെ അധ്യായം. പിന്നെ നരകം 26ാമത്തെ അധ്യായം. 2 അധ്യായങ്ങളെ കൊണ്ട് അധോലോകം. പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, ലോക ഏക കുണ്ടല വിരാജി സഹസ്രശീർഷം. ഈ പാതാളമൂലഭൂമി, പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ചലിക്കുന്ന ഒരേ ഒരു കുണ്ടലം, ലോകത്തിലെ ഏക കുണ്ടലം കൊണ്ട് വിരാജിക്കുന്നതായിട്ടുള്ള 1000 തലയോടു കൂടിയവനും, 1000 സഹസ്രശീർഷനാണ്, 1000 തലയോട് കൂടിയ നീലാംബരം ധരിച്ച, നീലവസ്ത്രം ധരിച്ചതായിട്ടുള്ള ധൃതഹലം, കയ്യിൽ കലപ്പ ധരിച്ചിട്ടുണ്ട്. ഈ നിലം ഒഴുകാനുള്ള, ഭൂമി ഒഴുകാനുള്ള കലപ്പ. കരി, പിന്നെ ഭുജഗാംഗനാഭി, ഈ പാമ്പിൻ്റെ കുട്ടികൾ, സ്ത്രീജനങ്ങൾ, ഭുജഗ അംഗനാഭി, സ്ത്രീകളാൽ ജുഷ്ടം ചുറ്റപ്പെട്ടവനായിട്ടുള്ള
അവരെ സ്വീകരിക്കുന്ന ഭാവത്തിലുള്ള എന്നെ സ്വീകരിക്കണേ എന്ന് സ്ത്രീകൾ പറയണു, ഞാൻ ദാ സ്വീകരിച്ചു കൊണ്ടേയിരിക്കണു എന്നുള്ള ജുഷ്ടം ആ ഭാവത്തിൽ ശേഷതനും ശേഷന്റെ രൂപത്തിലുള്ള ആദിശേഷ രൂപത്തിലുള്ള സംഘർഷണ രൂപത്തിലുള്ള അനന്തനായിട്ടുള്ള ഭവന്തം അങ്ങയെ ഭജേ ഞാൻ ഭവിക്കുന്നു. മൂർത്തിഭാവങ്ങൾ 4 ഹൃദയത്തിൽ ഭഗവാൻ ക്ഷേത്രജ്ഞനായിക്കൊണ്ട് വാസുദേവൻ എന്ന രീതിയിൽ, പ്രദ്യുമ്നായിട്ട് ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയായിട്ട് കാമദേവനായിട്ട്, അനിരുദ്ധനായിട്ട് മനസ്സിൻ്റെ ദേവതയായിട്ട്, സംഘർഷണമൂർത്തിയായിട്ട് ഞാൻ ദേഹം ഞാനാണ് എന്നുള്ള ദേഹബോധത്തോടു കൂടിയിട്ട് സംഘർഷണം. അതുകൊണ്ടാണ് കർമ്മസ്വരൂപിയായിട്ട് പാമ്പിനെ പറയാറ്. അപ്പം അങ്ങനെയുള്ള ഈ ശേഷനാഗത്തെ അനന്തനെ സംഘർഷണനെ ഞാൻ ഭജിക്കുന്നു. ഹേ ഗുരുഗേഹനാഥ, ഗുരുവായൂരപ്പ ഗദാൻ ഹര, എൻ്റെ രോഗങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം എന്നുള്ളത് 1000 തലയുള്ള അനന്തൻ്റെ ഒരു ഒറ്റ കുണ്ടലമായിട്ട് കണക്കാക്കണം. അതായത് ഈ 1000 തലയുള്ള അനന്തൻ്റെ ശിരസ്സിലെ ഒരു കടുകുമണി പോലെ ഭൂമിയെ കണക്കാക്കണോ എന്നാണ്. ഭൂമി എന്നുള്ളത് ഭൂമിയായിട്ടല്ല പറയാറും ഭുവനമായിട്ടാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്നും പറയാറുണ്ട്. അപ്പം അനേകം ബ്രഹ്മാണ്ടങ്ങൾ താങ്ങാനുള്ള ശേഷിയുള്ള അനന്തൻ, ആ അനന്തൻ ഈ ഒരു ബ്രഹ്മാണ്ടത്തെ, ത്രിവിക്രമ ബ്രഹ്മാണ്ടത്തെ ഒരു ശിരസ്സിൽ ധരിക്കണു. അത്രയേ ഉള്ളൂ. അത്ര ചെറുതാണ് അനന്തനെ സംബന്ധിച്ച് ഈ ബ്രഹ്മാണ്ടം. അങ്ങനെയുള്ള ആ പ്രപഞ്ചനാഥനായിട്ടുള്ള മൂർത്തിഭേദത്തിലെ ഒരു മൂർത്തിയായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു കുണ്ടലം അത്രയേ ഉള്ളൂ. നമ്മൾ ഈ മറ്റേ കർണ ആഭരണം എന്നൊക്കെ പറയില്ലേ എന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ള ഭാവത്തിലാണ് ഈ ഭഗവാൻ ഇരിക്കുന്നത്. നീല വസ്ത്രം ധരിച്ചതായിട്ടുള്ള കലപ്പ, ഒലയ്ക്ക ഇതൊക്കെയാണ് ഭഗവാന്റെ ആയുധങ്ങൾ. ദണ്ഡിക്കാനുള്ളതും അതേപോലെ ഉഴുതുമറിക്കാനുള്ളതുമൊക്കെയാണ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ് വേണ്ടത്. അതൊക്കെയാണ് അതൊക്കെ ചില സാത്വികമായിട്ടുള്ള ചില വശങ്ങളാണ്. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജനാംഗനാഭി ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. അന്വയം: പാതാളമൂലഭുവി ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജനാംഗനാഭി ജുഷ്ടം ശേഷതനും ഭവന്തം ഭജേ ഹേ ഗുരുഗേഹനാഥ ഗദാൻ ഹര. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോക ഏക കുണ്ടല വിരാജി സഹസ്രശീർഷം നീല അംബരം ധൃതഹലം ഭുജഗ അംഗനാഭിഹി ദുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ എന്ന് പറഞ്ഞ് ആ ദശകത്തെ സമാപിപ്പിക്കുന്നു. പഞ്ചമസ്കന്ധം സമാപിക്കുന്നു. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർദുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ഷഷ്ഠസ്കന്ധം അജാമിളോപാഖ്യാനം തൊട്ടുള്ള കാര്യങ്ങളെ പറയണം. വൃത്രകഥ, ചിത്രകേതു ഉപാഖ്യാനം ഒക്കെയാണ്. മരുതുൽപ്പത്തി ഇങ്ങനെയൊക്കെയുള്ളത് അടുത്ത ഷഷ്ഠസ്കന്ധത്തിൽ പറയണം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ.